ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സിൽ അവസാനമായിട്ട് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയുടെ ഫസ്റ്റ് പാർട്ടായിരുന്നു അല്ലേ. എല്ലാവരും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നാണ് ആൻ ഫ്രാങ്ക് ജനിച്ചത്? 1929 അല്ലേ ആണ് ജനിച്ചത് അല്ലേ. ജൂൺ 12 ആൻ ഫ്രാങ്ക് എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. 1929 ജൂൺ 12 ആൻ ഫ്രാങ്ക് ജനിക്കുന്നത് അല്ലേ. മരിച്ചത് 1945 1945 അതായത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പീരീഡിലാണ് മരിക്കുന്നത്. കൃത്യമായൊരു ഡേറ്റ് എന്നാണെന്ന് പോലും അറിയാൻ സാധിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ആൻ ഫ്രാങ്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആൻ ഫ്രാങ്ക് ഒരു ഡയറി എഴുതാൻ തീരുമാനിച്ചതെന്ന് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ആൻ ഫ്രാങ്ക് ഒരു ഡയറി എഴുതാൻ തീരുമാനിച്ചത്? കാരണം ആൻ ഫ്രാങ്കിന് എന്തുണ്ടായിരുന്നില്ല? ഷീ ഹാഡ് നോ ഫ്രണ്ട്സ് അല്ലേ. അവൾ എന്തായിരുന്നു? അവൾക്ക് ഒരു സുഹൃത്തുക്കൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവൾ പൂർണ്ണമായും അട്ടേർലി എലോൺ ആയിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലേ. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരുപാട് ക്ലാസ്മേറ്റ്സ് അല്ലേ, 35ഓളം ക്ലാസ്മേറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് റിലേറ്റീവ്സ്, പിന്നെ വളരെ ലവ്ലി ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഒരിക്കലും അവളൊരിക്കലും വേൾഡിൽ എന്തല്ലായിരുന്നു? എലോൺ അല്ലെ, അട്ടേർലി എലോൺ ആയിരുന്നില്ല. എല്ലാവരും ഉണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ അവൾ ആരെയാണ് മിസ് ചെയ്തിരുന്നത്? വൺ ട്രൂ ഫ്രണ്ട്. അതാണ് പുള്ളിക്കാരത്തേക്ക് ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ ആ വൺ ട്രൂ ഫ്രണ്ടിൻ്റെ കുറവ് ആൻ ഫ്രാങ്ക് എന്തിലൂടെ നികത്താൻ തീരുമാനിക്കുകയാണ്? ഈ ഡയറിയിലൂടെ നികത്താൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ ഡയറി എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ആൻ ഫ്രാങ്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഡയറി കിട്ടിയതെന്ന് എല്ലാ ഡയറിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലേ, ഓരോ ഈവൻസ് എഴുതുന്നതിന് മുമ്പ് ആൻ ഫ്രാങ്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ആൻ ഫ്രാങ്കിന് ഈ ഡയറി കിട്ടിയത്, എങ്ങനെയാണ് ജനിച്ചത് എവിടെയാണ് ജനിച്ചത്, എങ്ങനെയാണ് അവരുടെ താമസങ്ങളൊക്കെ മാറിപ്പോയത്, മുത്തശ്ശിയുടെ മരണം, പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശിയുടെ മരണം കാരണം ഒരു വർഷത്തെ ബർത്ത്ഡേ ആഘോഷിക്കാണ്ട് പിറ്റേ വർഷത്തെ ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് എന്തെന്ന് വെച്ചാൽ ഈ ഡയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ ആൻ ഫ്രാങ്കിനെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ആൻ ഫ്രാങ്ക് എൻ്റെ സഹോദരിയെക്കുറിച്ച്, അച്ഛനെക്കുറിച്ച് ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ നമുക്ക് ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഫ്രാങ്ക് ഡയറിയിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ഈവൻ്റാണ്. ഓക്കെ, അതായത് 20th സാറ്റർഡേ അല്ലേ 1942 എഴുതിയിരിക്കുന്ന ഇൻസിഡൻറ്റുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഡയറിക്ക് ആൻ ഫ്രാങ്ക് കൊടുത്ത പേരെന്തായിരുന്നു? കിറ്റി എന്നായിരുന്നു. അപ്പം കിറ്റിയോട് ആൻ ഫ്രാങ്ക് എന്ത് ചെയ്യാണ്? അവളുടെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ ആദ്യമായി കിറ്റിയോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിയറസ്റ്റ് കിറ്റി, our entire class is squawking in boots. The reason, of course, is the forthcoming meeting in which the teachers decide who will move up to the next form and who will be kept aback. പറയാ, ഡിയറസ്റ്റ് കിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ കിറ്റിയോട് പറയാണ് അപ്പോൾ എൻറ്റയർ ക്ലാസ്, നമ്മുടെ മുഴുവൻ ക്ലാസ്സും എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ സ്കോക്കിംഗ് ഇൻ ബൂട്ട്സ് അല്ലേ. സ്കോക്കിംഗ് ഇൻ ബൂട്ട്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഷേക്കിംഗ് വിത്ത് ഫിയർ ആൻഡ് നെർവസ്നെസ്. നമ്മൾ ഈ മുട്ടിടിക്കുക എന്ന് പറയില്ലേ, ഭയന്ന് മുട്ടിടിക്കുക എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ആണെന്തെന്ന് വെച്ചാൽ കോക്കിംഗ് ഇൻ ബൂട്ട്സ് എന്ന് വെച്ചാൽ. അപ്പോഴേ ഭയം അല്ലേ, എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു, എല്ലാവരും വളരെ നെർവസ് ആൻഡ് ടെൻസ്ഡ് ആയിരുന്നു. അതിൻ്റെ റീസൺ എന്താണ്? ഓഫ് കോഴ്സ്, തീർച്ചയായും, ഈസ് ദ ഫോർത്ത് കമ്മിങ് മീറ്റിംഗ് അല്ലെ, വരാൻ പോകുന്ന മീറ്റിങ്ങിനെ കുറിച്ച് ഓർത്തായിരുന്നു ഇവരെല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിലെന്താണ് തീരുമാനിക്കുന്നത്? ഇൻ വിച്ച് ദ ടീച്ചേഴ്സ് ഡിസൈഡ് ഹൂ വിൽ മൂവ് അപ്പ് ടു ദ നെക്സ്റ്റ് ഫോം ആൻഡ് ഹൂ വിൽ ബി കെപ്റ്റ് ബാക്ക്. ആ മീറ്റിങ്ങിൽ ടീച്ചേഴ്സ് തീരുമാനിക്കും ആരൊക്കെയാണ് നെക്സ്റ്റ് ഫോമിലേക്ക് പോകുന്നതെന്നും ആരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കെപ്റ്റ് ബാക്ക് എന്ന് വെച്ചാൽ പിന്നിൽ ഉപേക്ഷിക്കപ്പെടുന്നതെന്നും. അതായത് ഈ ക്ലാസ്സിൽ ഈ ഫോമിൽ തന്നെ നിൽക്കുന്നതെന്നും അല്ലേ. അതായത് നമുക്ക് കുറച്ചുകൂടി രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് പോകും, ആരൊക്കെ പോകില്ല എന്നുള്ളതാണ് അവരുടെ മീറ്റിംഗ്. അപ്പോൾ ആ മീറ്റിങ്ങിനെ കുറിച്ചോർത്ത് ക്ലാസ്സിലെ എല്ലാവരും ഏറെക്കുറെ വളരെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. ഹാഫ് ദ ക്ലാസ് ഈസ് മേക്കിംഗ് ബെറ്റ്സ്. GN and I laugh ourselves silly at
the two boys behind us, Cian and Jacques, who have staked their entire holiday saving on their bet. From morning to night, it is you are going to pass. No, I am not. Yes, you are. No, I am not. Even G is pleading glances and my angry outbursts can calm them down. If you ask me, there are so many dummies that about a quarter of the class should be kept aback. But teachers are the most unpredictable creatures on earth. അപ്പം നോക്കി, ഹാഫ് ദ ക്ലാസ് ഈസ് മേക്കിംഗ് ബെറ്റ്സ്. അപ്പോൾ ക്ലാസ്സിലെ പകുതി പേര് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ബെറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ അടുത്ത ഫോമിലേക്ക് പോകില്ല, ഇയാൾ അടുത്ത ഫോമിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? അവർ ബെറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. GN ആൻഡ് I അല്ലെ, ഒരു സുഹൃത്താണ് GN. ആൻഡ് I laugh ourselves silly at the two boys behind us. നമ്മൾ നമ്മുടെ പുറകിലുള്ള രണ്ട് ബോയ്സിന്റെ കാര്യമോർത്ത് ചിരിച്ചു. എന്തായിരുന്നു? Cian and Jacques. അവരുടെ പേര് Cian എന്നും Jacques എന്നുമായിരുന്നു. Who have staked their entire holiday savings on their bet. അല്ലെ, അവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസയും അവർ എന്ത് ചെയ്തിരിക്കുകയാണ്? ബെറ്റ് വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ക്ലാസ്സിൽ നിന്ന് ആരൊക്കെ പോകും ആരൊക്കെ പോകില്ല എന്നതിന്റെ പേരിൽ ക്ലാസ്സിൽ ഉടനീളം എന്ത് ചെയ്യാണ്? ബെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ഫ്രം മോർണിംഗ് ടു നൈറ്റ്, രാവിലെ മുതൽ രാത്രി വരെയും, ഇറ്റ് ഈസ് യു ആർ ഗോയിങ് ടു പാസ്. നോ ഐ എം നോട്ട്. യെസ് യു ആർ. നോ ഐ എം നോട്ട്. അല്ലെ, അപ്പോൾ ക്ലാസ്സിൽ ഉടനീളം കേൾക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? യു ആർ ഗോയിങ് ടു പാസ്, നീ പാസ്സാകും. അപ്പൊ പറയേ ഇല്ല, നോ ഐ എം നോട്ട് അല്ലെ. അപ്പോൾ വീണ്ടും പറയുന്നു ഇല്ല അല്ലെ, ഓഫ് കോഴ്സ് യു വിൽ അല്ലെ, നീ ഉറപ്പായും പാസ്സാവും എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇല്ല ഞാൻ പാസ്സാകില്ല. അപ്പോൾ എന്താണ്, ഈ പേപ്പറൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിന്റെ അതേ അവസ്ഥയാണ് അല്ലെ. അപ്പോൾ പേപ്പർ കൊണ്ടുവരുമ്പോൾ, ടീച്ചർ പേപ്പറെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയില്ലേ എന്താണോ എനിക്ക് മാർക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും, അവന് കുറവായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള സംസാരം. അതുപോലെയാണ് അവരെന്ത് ചെയ്യുന്നത്? നീ എന്ത് ചെയ്യും? പാസ്സാകും. അപ്പോൾ പറയില്ലടേ ഞാൻ പാസ്സാകില്ല എന്നൊക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ഈവൻ ജീസ് പ്ലീഡിങ് ഗ്ലെയിൻസസ് ആൻഡ് മൈ ആംഗ്രി ഔട്ട്ബേഴ്സ് ക്യാൻ കാം ദം ഡൗൺ അല്ലെ. അപ്പൊ എന്താണ്? ജിയുടെ പ്ലീഡിങ് ഗ്ലെയിൻസസ് അല്ലെ, ഒന്ന് നിർത്തൂ എന്നുള്ള ആ ഒരു ഗ്ലെയിൻസ് നോട്ടവും, ആൻഡ് മൈ ആംഗ്രി ഔട്ട്ബേഴ്സ്റ്റ് അല്ലെ, എന്റെ എന്താണ് ദേഷ്യം പിടിച്ച ഭാവം ഒന്നും തന്നെ ഇവരെ എന്ത് ചെയ്യിച്ചതേയില്ല? കാമാക്കിയതേയില്ല, ശാന്തരാക്കിയതേയില്ല. അതായത് ഇവരവരുടെ ബെറ്റിംഗ് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടോ ഇഫ് യു ആസ്ക് മീ, നിങ്ങൾ ഇനി എന്നോടാണ് ചോദിക്കുന്നത്, നിങ്ങളല്ല കിറ്റിയോടാണ് പറയുന്നത്. നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്ത്? there are so many dummies that about a quarter of the class should be kept back അല്ലെ. there are so many dummies, ഒരുപാട് ഡെമ്മികൾ ഉണ്ട് ആ ക്ലാസ്സിൽ അല്ലെ, ഒത്തിരി ഡെമ്മീസ് ഉണ്ട് ആ ക്ലാസ്സിൽ. എന്ന് വെച്ചാൽ എങ്ങനെയുള്ളവരാണ്? about a quarter of the class, ക്ലാസിന്റെ 1/4 പേരും kept back അല്ലെ, പിറകിൽ തള്ളാൻ വേണ്ടിയിട്ടുള്ളവർ തന്നെയാണ്. എന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ എന്ത് കഴിവില്ലാത്തവർ തന്നെയാണ് ഇതിന്റെ 1/4 പേര്. പക്ഷെ എന്താണ്? ബട്ട് ടീച്ചേഴ്സ് ആർ ദ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ക്രീച്ചേഴ്സ് ഓൺ എർത്ത്. പക്ഷേ ആൻ ഫ്രാങ്ക് ടീച്ചേഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യാണ്? ഒരു കാര്യം പറയുകയാണ്. എന്താണ് ടീച്ചേഴ്സിനെ കുറിച്ച് ആൻ ഫ്രാങ്കിന് പറയാനുള്ളത്? ദേ ആർ ദ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ക്രീച്ചേഴ്സ് ഓൺ ദ എർത്ത് അല്ലെ. ഈ ഭൂമിയിലെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, പ്രഡിക്റ്റ് ചെയ്യുക, പ്രവചിക്കുക അല്ലെ, ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ. ടീച്ചേഴ്സ് ഓരോ സമയത്ത് അവർ ഓരോന്ന് എന്താണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ ഒരിക്കലും പ്രവചിക്കാനേ കഴിയില്ല എന്നാണ് ആൻ ഫ്രാങ്കിന്റെ ഒപ്പീനിയൻ. I am not so worried about my girlfriends and myself. We will make it. The only subject I am not sure about is maths. Anyway, all we can do is wait. Until then, we keep telling each other not to lose heart. അല്ലേ? അപ്പോൾ പറയാ, I am not so worried about my girlfriends and myself. I am not so worried. ഞാൻ അത്രയ്ക്ക് worried ആയിരുന്നില്ല, സങ്കടപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ടെൻസ്ഡ് ആയിരുന്നില്ല. About my girlfriends, എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് പെൺകുട്ടികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് ഓർത്തോ, ഓർ മൈസെൽഫ് അല്ലെ, എന്നെ കുറിച്ച് ഓർത്തോ ഞാൻ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നില്ല. കാരണം എന്താണ്? വി വിൽ മേക്ക് ഇറ്റ്, നമ്മൾ ഉറപ്പായും പാസ് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ദ ഓൺലി സബ്ജക്ട് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഈസ് മാത്സ്. ഇനി ഏതെങ്കിലും ഒരു സബ്ജക്ട് പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മാത്രമായിരുന്നു? ഇറ്റ് ഈസ് മാത്സ് അല്ലെ. മാത്സ് ഒഴികെയുള്ള എല്ലാ വിഷയങ്ങൾക്കും പാസ്സാകുമെന്ന് ആൻ ഫ്രാങ്കിനും ആൻ ഫ്രാങ്കിന്റെ ഗേൾ ഫ്രണ്ട്സിനും ഉറപ്പുണ്ടായിരുന്നു. എനിവേ, എന്തൊക്കെ ആയാലും ഓൾ വി ക്യാൻ ഡു ഈസ് വെയിറ്റ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ അവിടെ ഉള്ളൂ. എന്താണ്? ഇറ്റ് ഈസ് ടു വെയിറ്റ് അല്ലെ, കാത്തു നിൽക്കുക, കാത്തിരിക്കുക എന്നുള്ളത്. അല്ലാണ്ട് മറ്റൊരു ഓപ്ഷനും എന്തില്ല അപ്പോഴവിടെ ഇല്ല.
ആകെ ചെയ്യാൻ സാധിക്കുന്നത് ടീച്ചേഴ്സ് റിസൾട്ട് പറയുന്നത് വരെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അൺടിൽ ദെൻ, അതുവരെ വി കീപ് ടെല്ലിങ് ഈച്ച് അതർ, അല്ലെ, നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്തെന്ന്, നോട്ട് ടു ലോസ് ഹാർട്ട്, അല്ലെ, ഒരിക്കലും നിരാശരാകരുത്, ടെൻഷൻ അടിക്കരുത്, അല്ലെ, നിരാശരാകരുത്, നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യരുത്, വെറുതെ ടെൻസ്ഡ് ആവരുത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം ആ സമയത്ത് എപ്പോഴും ചിന്ത എന്ത് മാത്രമാണ്, ഇത് മാത്രമാണ്, അല്ലെ, ആരൊക്കെ പാസ്സാകും, ഞാൻ പാസ്സാകില്ലേ എന്നുള്ള കാര്യം മാത്രമാണ് എപ്പോഴും മനസ്സിൽ വരുന്ന ചിന്ത, അല്ലെ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വെറുതെ ടെൻസ്ഡ് ആകരുതെന്ന് മാത്രമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെ. അപ്പൊ എന്തായാലും മറ്റൊരു ഓപ്ഷനും അവിടെ ഇല്ല. ആകെയുള്ളൊരു ഓപ്ഷൻ എന്താണ്, വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ടീച്ചേഴ്സ് റിസൾട്ട് പറയുന്നത് വരെയും വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, എന്നിട്ടോ, ഐ ഗെറ്റ് അലോങ് pretty well with all my teachers. There are 9 of them, 7 men and 2 women. Mr. Keesing, the old fogey who teaches maths, was annoyed with me for ages because I talked so much. എന്നിട്ട് പറയാം, ഐ ഗെറ്റ് അലോങ് pretty well with all my teachers, അല്ലെ, ഐ ഗെറ്റ് അലോങ് pretty well, ഞാൻ എല്ലാവരുമായി നന്നായാണ് പോകുന്നത്. വിത്ത് ഓൾ മൈ ടീച്ചേഴ്സ്, എൻ്റെ എല്ലാ ടീച്ചേഴ്സുമായിട്ടും ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. എങ്ങനെയാണ്, there are 9 of them, 9 ടീച്ചേഴ്സാണ് അവിടെ ഉള്ളത്. 7 men, അതിൽ 7 പേര് പുരുഷന്മാരും ആൻഡ് 2 വിമൻ, അല്ലെ, 2 പേര് സ്ത്രീകളുമാണ്. മിസ്റ്റർ കീസിംഗ്, ദ ഓൾഡ് ഫോഗി ഹു ടീച്ചസ് മാത്സ്, അല്ലെ. അപ്പോ മിസ്റ്റർ കീസിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, അല്ലെ. ഹീസ് ആൻ ഓൾഡ് ഫോഗി. ഫോഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓൾഡ് ഫോഗി, ഓൾഡ് ഫാഷൻഡ് പേഴ്സൺ, അല്ലെ, കുറച്ച് പഴയ രീതികളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ്, വാസ് അനോയ്ഡ് വിത്ത് മീ ഫോർ ഏജസ്, അല്ലെ, കാലാകാലങ്ങളായി ഹി വാസ് അനോയ്ഡ് വിത്ത് മീ, അയാൾ എന്നെ കൊണ്ട് വളരെയധികം ഇറിറ്റേറ്റഡ് ആയിരുന്നു, അല്ലെ. അപ്പോൾ പുള്ളിക്കാരൻ ഒഴികെ ബാക്കി എല്ലാ ടീച്ചേഴ്സുമായിട്ടും ആൻ ഫ്രാങ്കിന് വളരെയധികം എന്തായിരുന്നു, സൗഹൃദമായിരുന്നു. പുള്ളിക്കാരൻ പക്ഷെ ആൻ ഫ്രാങ്കിന്റെ കാര്യത്തിൽ വളരെ എന്തായിരുന്നു, ആൻ ഫ്രാങ്കിനെ കാരണം വളരെ ഇറിറ്റേറ്റഡ് ആയിരുന്നു. അതിന്റെ കാരണം എന്താണ്, ബിക്കോസ് ഐ ടോക്ക്ഡ് സോ മച്ച്, കാരണം ഞാൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു, അല്ലെ. അപ്പോൾ ടീച്ചേഴ്സിൽ ബാക്കി എല്ലാ ടീച്ചേഴ്സും കുഴപ്പമൊന്നുമില്ല. കീസിംഗിന്റെ പ്രത്യേകത എന്താണ്, കീസിംഗിന് ആൻ ഫ്രാങ്കിനെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്ന, പാസ്റ്റ് ആണ് പറയുന്നത്, അല്ലെ. അപ്പോൾ എന്താണ്, അതിനൊരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഫ്രാങ്ക് ഒരുപാട് സംസാരിക്കുമായിരുന്നു. ആഫ്റ്റർ സെവറൽ വാർണിംഗ്സ് he assigned me extra homework, an essay on the subject, a chatterbox. A chatterbox, what can you write about that? I would worry about that later, I decided. I jotted down the title in my notebook, tucked it in my bag and tried to keep quiet. അപ്പൊ എന്താണ്, ആഫ്റ്റർ സെവറൽ വാർണിംഗ്സ്, ഒരുപാട് നേരം കീസിംഗ് എന്നെ എന്ത് ചെയ്തു, വാൺ ചെയ്തു, അല്ലെ. പക്ഷേ ഒരുപാട് വാർണിങ്ങിന് ശേഷം ഹി അസൈൻഡ് മീ എക്സ്ട്രാ ഹോംവർക്ക്, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് അദ്ദേഹം എനിക്ക് ഒരു എക്സ്ട്രാ ഹോംവർക്ക് തന്നു. എന്തായിരുന്നു അത്, ആൻ എസ്സേ ഓൺ ദ സബ്ജക്ട് എ ചാറ്റർ ബോക്സ്, അല്ലെ. ചാറ്റർ ബോക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റില് ഒരു എസ്സേ എഴുതാനായിട്ട് ആര്, കീസിംഗ് ആൻ ഫ്രാങ്കിനോട് പറഞ്ഞു. അതായത് ആൻ ഫ്രാങ്കിനോട് എക്സ്ട്രാ ഹോംവർക്ക് ആയിട്ട് കീസിംഗ് എന്ത് ചെയ്തു, ചാറ്റർ ബോക്സ് എന്ന് പറയുന്ന, ചാറ്റർ ബോക്സ് എന്ന് വെച്ചാൽ എന്താണ്, കിലിക്കാൻ വേണ്ടി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ. അപ്പോൾ അതിന്റെ പേരിൽ എന്ത് ചെയ്തു, എപ്പോഴും സംസാരിക്കുന്നത് കൊണ്ട് ആൻ ഫ്രാങ്ക് എന്ത് ചെയ്തു, ചാറ്റർ ബോക്സിനെ കുറിച്ച് ഒരു എസ്സേ എഴുതാൻ ആൻ ഫ്രാങ്കിനോട് കീസിംഗ് ആവശ്യപ്പെട്ടു. ചാറ്റർ ബോക്സ്, ഒരു ചാറ്റർ ബോക്സ്, വാട്ട് ക്യാൻ യു റൈറ്റ് അബൌട്ട് ദാറ്റ്, അതിനെക്കുറിച്ച് ഇപ്പൊ എന്താ എഴുതുക. ഐ വുഡ് വറി അബൌട്ട് ദാറ്റ് ലേറ്റർ, അതെന്തായാലും അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കാമെന്ന് കരുതി. ഐ ജോട്ടഡ് ഡൗൺ ദ ടൈറ്റിൽ ഇൻ മൈ നോട്ട്ബുക്ക്, അല്ലെ. ഞാൻ നോട്ട്ബുക്കിൽ എന്ത് ചെയ്തു, ആ ടൈറ്റിൽ മാത്രം എഴുതി വെച്ചു. ചാറ്റർ ബോക്സ് എന്നൊരു ടൈറ്റിൽ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്തു, ടക്ക്ഡ് ഇറ്റ് ഇൻ മൈ ബാഗ് ആൻഡ് ട്രൈ ടു കീപ് ക്വയറ്റ്, അത് മടക്കി ബാഗിൻ്റെ അകത്ത് വെച്ചിട്ട് മിണ്ടാതെ ഇരിക്കാൻ ഞാൻ ശ്രമിച്ചു. ദാറ്റ് ഈവനിങ്, after I had finished the rest of my homework, the note about the essay caught my eye. I began thinking about the subject while chewing the tip of my fountain pen. Anyone could ramble on and leave big spaces between the words, but the trick was to come up with convincing arguments to prove the necessity of talking. I thought and suddenly I had an idea. I wrote the 3 pages Mr. Casey had assigned me, was satisfied. Okay. ദാറ്റ് ഈവനിങ്, അപ്പോൾ അന്നത്തെ ദിവസം വീട്ടിൽ ചെന്നതിന് ശേഷം, ആഫ്റ്റർ ഐ ഹാഡ് ഫിനിഷ് ദ റെസ്റ്റ് ഓഫ് മൈ ഹോംവർക്ക്, അല്ലെ,
ഞാൻ എൻ്റെ ഹോംവർക്കിൻ്റെ ബാക്കി എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? ദ നോട്ട് അബൌട്ട് ദ എസ്സേ കോട്ട് മൈ ഐസ്. അപ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണിൽ എന്ത് കണ്ടത്? എസ്സേ എഴുതാനുള്ള ടോപ്പിക്ക് ബുക്കിൽ എഴുതി വെച്ചിരുന്നത് ഞാൻ അപ്പോഴേ. ബാക്കി എല്ലാ ഹോംവർക്കൊക്കെ ചെയ്ത് തീർന്നതിന് ശേഷം ഇത് ഞാൻ കാണുക. ഐ ബിഗാൻ തിങ്കിങ് അബൌട്ട് ദ സബ്ജക്റ്റ്. ഞാൻ ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്തു? ആലോചിക്കാൻ തുടങ്ങി. എങ്ങനെ ആലോചിക്കുന്നത്? വൈൽ ച്യൂവിങ് ദ ടിപ്പ് ഓഫ് മൈ ഫൗണ്ടെയിൻ പെൻ. അല്ലെ, എൻ്റെ ഫൗണ്ടെയിൻ പെന്നിന്റെ തുമ്പ് എന്ത് ചെയ്തുകൊണ്ട്, ച്യൂ ചെയ്തുകൊണ്ട്, കടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചവച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനെക്കുറിച്ച്, ചാറ്റർ ബോക്സിനെ കുറിച്ച് എന്തൊക്കെ എഴുതാമെന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. എനിവൺ കുഡ് റാമ്പിൾ ഓൺ ആൻഡ് ലീവിങ് ബിഗ് സ്പേസസ്. അല്ലെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാമായിരുന്നു? ഇപ്പൊ ചാറ്റർ ബോക്സിനെ കുറിച്ച് എസ്സേ എഴുതാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതിയും കളയാമായിരുന്നു അല്ലെ. വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മലയാളം പരീക്ഷയ്ക്കൊക്കെ എഴുതുന്ന പോലെ വെറുതെ എന്തെങ്കിലുമൊക്കെ കത്തിയടിച്ച് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു അല്ലെ. ചുമ്മാ പോയിന്റുകളൊന്നും ഇല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് എഴുതി പേജ് നിറയ്ക്കാമായിരുന്നു. പക്ഷെ എന്താ? ബട്ട് ദ ട്രിക്ക് വാസ് ടു കം അപ്പ് വിത്ത് കൺവിൻസിങ് ആർഗ്യുമെന്റ്സ് ടു പ്രൂവ് ദ നെസസിറ്റി ഓഫ് ടോക്കിംഗ്. പക്ഷെ എൻ്റെ ട്രിക്ക് അതായിരുന്നില്ല. എൻ്റെ ട്രിക്ക് എന്തായിരുന്നു? The trick was to come up with a convincing argument. അല്ലെ, ഒരാൾക്ക് കൺവിൻസ്ഡ് ആകുന്ന തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് നിരത്തണം. ഇതിനു വേണ്ടിയിട്ട് ടു ദ നെസസിറ്റി ഓഫ് ടോക്കിംഗ്, സംസാരത്തിന്റെ ആവശ്യകതയെക്കുറിച്ച്. അല്ലെ, അപ്പൊ സംസാരത്തിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് കീസിംഗ് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം എന്ന് തീരുമാനിച്ച് അങ്ങനെ കുറച്ച് ആർഗ്യുമെന്റ്സ് വേണം എനിക്ക് അവിടെ നിരത്താനെന്ന് തോന്നി. ഐ തോട്ട് ആൻഡ് തോട്ട്. അങ്ങനെ ഞാൻ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. ആൻഡ് സഡൻലി ഐ ഹാഡ് ആൻ ഐഡിയ. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ആശയം വന്നു. ഐ റോട്ട് ദ 3 pages മിസ്റ്റർ കീസിംഗ് ഹാഡ് അസൈൻഡ് മീ ആൻഡ് വാസ് സാറ്റിസ്ഫൈഡ്. അല്ലെ, എന്ത് ചെയ്തു? കീസിംഗ് തന്ന ആ എസ്സേ ഞാൻ 3 pages എഴുതി. ആൻഡ് ഐ വാസ് സാറ്റിസ്ഫൈഡ്. എന്ത് ചെയ്തു? ഞാൻ സംതൃപ്തയായി. അല്ലെ, എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിലൂടെ എഴുതാൻ തുടങ്ങി. I argued that talking is a student's trait and that I would do my best to keep it under control. അല്ലെ, ഞാൻ എന്താ എഴുതിയത്? ടോക്കിംഗ് ഈസ് എ സ്റ്റുഡൻസ് ട്രൈറ്റ്. സംസാരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റുഡൻസ് ട്രൈറ്റ്. അതൊരു കുട്ടിയുടെ സ്വഭാവമാണ്. അല്ലെ, അപ്പോൾ ഒരിക്കലും ക്ലാസ്സിലിരുന്ന് സംസാരിക്കാണ്ടിരിക്കാൻ ആർക്കും കഴിയില്ല, സംസാരിച്ചു പോകും. അല്ലെ, അപ്പോൾ അതൊരു കുട്ടിയുടെ സ്വഭാവമാണെന്നും ആൻഡ് ദാറ്റ് ഐ വുഡ് ഡു മൈ ബെസ്റ്റ് കീപ്പ് ഇറ്റ് അണ്ടർ കൺട്രോൾ, പക്ഷേ അത് ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാമെന്നും എഴുതി. But that I would never be able to cure myself of the habit since my mother talked as much as I did, if not more, and that there is not much you can do about inherited traits. എന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞു? But that I would never be able to cure myself. പക്ഷെ അത് എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സ്വയം ചികിത്സിച്ച് മാറ്റാൻ. ക്യൂർ എന്നുള്ള വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ഒരിക്കലും എനിക്ക് സ്വയം മാറ്റാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഓഫ് ദ ഹാബിറ്റ് സിൻസ് മൈ മദർ ടോക്ക്ഡ് as much as I did. കാരണം ഞാൻ സംസാരിക്കുന്നത് പോലെ തന്നെ എൻ്റെ അമ്മയും സംസാരിച്ചിരുന്നു അല്ലെ. അപ്പൊ എൻ്റെ അമ്മയും ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അമ്മയിൽ നിന്നുമാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ഈ ഹാബിറ്റ്, ഒരുപാട് സംസാരിക്കുന്ന ഹാബിറ്റ് കിട്ടുന്നത്. If I not and I did, if not more, and that there is not much you can do about inherited traits. അല്ലെ, അപ്പൊ ഇതെന്താണ്? ഒരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ട്രൈറ്റ്സ് ആണ്, പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അത് മാറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് അല്ലെ. അപ്പോ എന്താണ്? ടോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റിന്റെ ട്രൈറ്റ് ആണ്. അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാമെങ്കിലും ആൻ ഫ്രാങ്കിന്റെ കാര്യത്തിൽ എന്താണ്? അതൊരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ട്രൈറ്റ് ആണ് അല്ലെ. ജന്മനാ കിട്ടിയിട്ടുള്ള, പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ഒരു സ്വഭാവമാണ്. അപ്പൊ അങ്ങനെ പാരമ്പര്യമായി കിട്ടുന്ന കാര്യങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം. Mr. Kesey had a good laugh at my arguments, but when I proceeded to talk my way through the next lesson, he assigned me a second essay. This time it was supposed to be an incorrigible chatterbox. അല്ലെ, അപ്പൊ എന്താണ്? മിസ്റ്റർ കേസി ഹാഡ് എ ഗുഡ് laugh at my arguments. എൻ്റെ ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ വായിച്ചപ്പോ മിസ്റ്റർ കേസി ഹാഡ് എ ഗുഡ് laugh. മിസ്റ്റർ കേസിങ് എന്ത് ചെയ്തു? ലാഫ് ചെയ്തു, പൊട്ടിച്ചിരിച്ചു. എന്നിട്ടോ ബട്ട് വെൻ ഐ പ്രൊസീഡഡ് ടു ടോക്ക് മൈ വേ ത്രൂ ദ നെക്സ്റ്റ് ലെസൺ, പക്ഷേ അടുത്ത ലെസണിൽ ഞാൻ വീണ്ടും ക്ലാസ്സിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഹി അസൈൻഡ് മീ എ സെക്കൻഡ് എസ്സേ. അദ്ദേഹം എനിക്ക് എന്ത് ചെയ്തു? ഒരു രണ്ടാമത്തെ എസ്സേ കൂടി തന്നു. എന്തായിരുന്നു അത്? ഇറ്റ് വാസ് സപ്പോസ് ടു ബി ഓൺ ആൻ ഇൻകോറിജിബിൾ ചാറ്റർ ബോക്സ് അല്ലെ. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, ഇൻകോറിജിബിൾ. എന്താ ഇൻകോറിജിബിൾ? സംതിങ് ദാറ്റ് കനോട്ട് ബി കറക്റ്റഡ് അല്ലെ, ഒരിക്കലും മാറാത്തത് അല്ലെ. നമ്മളിൽ ഒരിക്കലും മാറാത്ത ബാഡ് ഹാബിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് ഇൻകോറിജിബിൾ എന്ന് പറയുന്നത്.
അപ്പോൾ പറയാണ്, I handed it in and Mr. Casing had nothing to complain about for 2 whole lessons. അല്ലെ, അങ്ങനെ അതും ഞാൻ എന്ത് ചെയ്തു, എഴുതി കൊടുത്തു. അല്ലെ, അതുകൊണ്ട് അതും എഴുതി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് സംസാരിക്കാണ്ടൊക്കെ ഇരുന്ന് 2 ലെസണിലേക്ക് പിന്നെ മിസ്റ്റർ കേസിങ്ങിന് എന്നെ കൊണ്ട് പ്രശ്നമൊന്നും തന്നെ ഉണ്ടായിരുന്നു. However, during the 3rd lesson he had finally had enough. പക്ഷേ 3ാമത്തെ ലെസൺ ആയപ്പോഴേക്കും അദ്ദേഹത്തിന് എന്ത് ചെയ്തു, സഹിക്കാവുന്നതിലും അപ്പുറമായി എൻ്റെ സംസാരം. Anne Frank, as punishment for talking in class, write an essay entitled Quack Quack Quack, said Mr. Chatterbox. അല്ലെ, അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞു എന്താണ്, as a punishment അല്ലെ ഫോർ ടോക്കിംഗ് ഇൻ മൈ ക്ലാസ്, എൻ്റെ ക്ലാസ്സിൽ നിന്ന് സംസാരിച്ചതിൻ്റെ ഒരു പണിഷ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യുക, ക്വാക്ക് കോക്ക് കോക്ക് അല്ലെ സെറ്റ് മിസ്റ്റർ ചാറ്റർബോക്സ് എന്ന പേരിൽ ഒരു എസ്സേ അടുത്ത ക്ലാസ്സിൽ എഴുതി കൊണ്ടുവരാനായിട്ട് വീണ്ടും പറഞ്ഞു. The class roared. I had to laugh too, though I had nearly exhausted my ingenuity on the topic of chatterboxes. It was time to come up with something else, something original. The class roared. അല്ലെ, ക്ലാസ് എന്ത് ചെയ്യാൻ തുടങ്ങി, അലറി ചിരിക്കാൻ തുടങ്ങിയത് കേട്ട്. I had to laugh too. എനിക്കും ചിരി വന്നു. Though I had nearly exhausted my ingenuity on the topic of chatterboxes. പക്ഷേ ചാറ്റർ ബോക്സിന്റെ ടോപ്പിക് എഴുതി തന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഏകദേശമൊക്കെ തളർന്നു. ഇറ്റ് വാസ് ടൈം ടു കം അപ്പ് വിത്ത് സംതിങ് എൽസ്. ഇനി മറ്റെന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യുക, എഴുതുക അല്ലെങ്കിൽ പഠിപ്പിക്കുക. അതായിരുന്നു എഴുതുക. സംതിങ് ഒറിജിനൽ, കുറച്ചുകൂടി ഒറിജിനൽ ആയിട്ടുള്ളത്. ഇത്രയും കാലം ഞാൻ വെറുതെ എന്ത് ചെയ്യായിരുന്നു, ആർഗ്യൂ ചെയ്യുകയായിരുന്നു അല്ലെ. പക്ഷെ ഒടുവിൽ ഞാൻ തീരുമാനിച്ചു എന്താണ്, കുറച്ചുകൂടി ഒറിജിനൽ ആയിട്ടുള്ള ഒരിത് അല്ലെ, കുറച്ചുകൂടി റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും എഴുതണമെന്ന് ഞാൻ തീരുമാനിച്ചു. My friend Sani, who is good at poetry, offered to help me write the essay from beginning to end in verse and I jumped for joy. Mr. Casing was trying to play a joke on me with his ridiculous subject, but I would make sure the joke was on him. അങ്ങനെ എന്ത് ചെയ്തു, മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്ത് സാനി, അവളുടെ പേരെന്താണ്, സാനി അല്ലെ, ഹു ഈസ് ഗുഡ് അറ്റ് പോയട്രി, അവൾ നന്നായി കവിതയൊക്കെ എഴുതുന്ന ആളായിരുന്നു. offered to help me write the essay from beginning to end in verse അല്ലെ. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു ഈ എസ്സേ എഴുതാൻ അല്ലെ, ബിഗിനിങ് ടു എൻഡ്, ആദ്യം മുതൽ അവസാനം വരെയും ഈ എസ്സേ എഴുതാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. ആൻഡ് ഐ ജംപ്ഡ് വിത്ത് ജോയ്, അങ്ങനെ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മിസ്റ്റർ കീസിംഗ് വാസ് ട്രൈങ് ടു പ്ലേ എ ജോക്ക് ഓൺ മീ വിത്ത് ദിസ് റിഡിക്കുലസ് സബ്ജക്ട് അല്ലെ. ഈ ഒരു റിഡിക്കുലസ് സബ്ജക്ട് മുന്നിൽ വെച്ചുകൊണ്ട് കീസിംഗ് എന്ത് ചെയ്യായിരുന്നു, എന്നെ ഒന്ന് കളിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ എന്താണ്, ബട്ട് ഐ വുഡ് മേക്ക് ഷുവർ ദ ജോക്ക് വാസ് ഓൺ ഹിം, പക്ഷേ അതുപോലെ അദ്ദേഹത്തെ തിരിച്ച് കളിയാക്കാനായിരുന്നു എൻ്റെ തീരുമാനം. ഐ ഫിനിഷ്ഡ് മൈ പോയം ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഇറ്റ് വാസ് അബൌട്ട് എ മദർ ഡക്ക് ആൻഡ് എ ഫാദർ സ്വാൻ വിത്ത് 3 baby ducklings who were bitten to death by the father because they cocked too much. Luckily, Mr. Keesing took the joke the right way. He read poem to the class, adding his own comments and to several other classes as well. Since then, I have been allowed to talk and haven't been assigned any extra homework. On the contrary, Mr. Keesing is always making jokes these days. I finished my poem. അല്ലെ, അങ്ങനെ എന്ത് ചെയ്തു, സാനിയുടെ സഹായത്തോടു കൂടി എസ്സേക്ക് പകരം എന്ത് ചെയ്തു, ഒരു പോയം തന്നെ എഴുതി അല്ലെ, കീസിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോയം തന്നെ എഴുതി. ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, അത് വളരെ മനോഹരമായിരുന്നു. ഇറ്റ് വാസ് അബൌട്ട് എ മദർ ഡക്ക്. എന്തിനെ കുറിച്ചായിരുന്നു, ഒരു മദർ ഡക്കും ഒരു ഫാദർ സ്വാനും ഉണ്ടായിരുന്നു അല്ലെ. സ്വാൻ എന്ന് വെച്ചാൽ അരയൻ അല്ലെ. അപ്പോൾ ഒരു സ്വാനും ഒരു ഡക്കും ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഹാഡ് 3 baby ducklings. അവർക്ക് 3 താറാവിന്റെ കുട്ടികളും ഉണ്ടായിരുന്നു. ഹു വെയർ ബിറ്റൻ ടു ഡെത്ത് ബൈ ദ ഫാദർ. പക്ഷേ അവരെ ആ ഫാദർ ഡക്ക് എന്ത് ചെയ്തു, ബിറ്റൻ ടു ഡെത്ത്, കടിച്ച് കൊന്നുകളഞ്ഞു. കാരണം എന്തായിരുന്നു, ബിക്കോസ് ദേ കോക്ക് ടു മച്ച്, അവർ ഒരുപാട് കോക്ക് ചെയ്തു, ഒരുപാട് സംസാരിച്ചു അല്ലെ. അപ്പോ എന്താണ്, ഒരു ഡക്കും ഒരു സ്വാനും ഉണ്ടായിരുന്നു. ആ സ്വാനിനും ഡക്കിനും കൂടി 3 ഡക്ലിങ്സ് ഉണ്ടായിരുന്നു. ആ ഡക്ലിങ്സ് ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ട് ആ ഡക്ക് എന്ത് ചെയ്തു, ഫാദർ എന്ത് ചെയ്തു, ഇവരെ കടിച്ച് കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിത ഞാൻ എഴുതി. ലക്കിലി, ഭാഗ്യത്തിന്, മിസ്റ്റർ കീസിംഗ് ടുക്ക് ദ ജോക്ക് ദ റൈറ്റ് വേ.
അദ്ദേഹം ആ തമാശ വളരെ റൈറ്റ് വേയിലാണ് എടുത്തത് അല്ലെ. ഒരു കാരണവശാലും അദ്ദേഹം എന്ത് ചെയ്തില്ല, അതിന്റെ പേരിൽ എന്താണ് ഷൗട്ട് ചെയ്യുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇവിടെ ആരൊക്കിട്ടാണ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ കീസിങ്ങിനിട്ടൊരു പണിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും കീസിങ് എന്ത് ചെയ്തില്ല, കീസിങ് അത് തമാശയായി തന്നെ എടുക്കുകയും എന്ത് ചെയ്യുകയും ചെയ്തു എന്നാ പറയുന്നത്. ഹി റെഡ് ദ പോയം ഇൻ ദ ക്ലാസ് അല്ലെ, ക്ലാസ്സിൽ ഈ പോയം വായിക്കുകയും ചെയ്തു. ആഡിങ് ഹിസ് ഓൺ കമന്റ്സ്, എന്നിട്ട് അദ്ദേഹത്തിന്റെ കമന്റുകൾ ആ പോയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ആൻഡ് ടു സെവറൽ അതർ ക്ലാസ്സസ് ആസ് വെൽ അല്ലെ, മറ്റ് പല ക്ലാസ്സുകളിലും അദ്ദേഹം പോയി ഇത് വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്തു. എന്ന് വെച്ചാൽ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം അത് വളരെ തമാശയായി തന്നെ എടുക്കുകയും ഈ പോയത്തെ എന്ത് ചെയ്യുകയും ചെയ്തു, അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. സിൻസ് ദെൻ, അതിനുശേഷം ഐ ഹാവ് ബീൻ അലൗഡ് ടു ടോക്ക് ആൻഡ് ഹാവൻ ബീൻ അസൈൻഡ് എനി എക്സ്ട്രാ ഹോംവർക്ക് അല്ലെ. അതിനുശേഷം ഐ വാസ് അലൗഡ് ടു ടോക്ക്, ഞാൻ സംസാരിക്കുന്നത് അനുവദിക്കപ്പെട്ടു. ആൻഡ് ഹാവിൻ ബീൻ അസൈൻഡ് എനി എക്സ്ട്രാ ഹോംവർക്ക്, എനിക്ക് എന്ത് ചെയ്തതുമില്ല, എക്സ്ട്രാ ഹോംവർക്ക് ഒന്നും തന്നെ നൽകിയതുമില്ല അല്ലെ. അപ്പോൾ കീസിങ് എന്ത് ചെയ്തില്ല, പിന്നീട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കൊരു എക്സ്ട്രാ ഹോംവർക്ക് പോലും തന്നതുമില്ല. ഓൺ ദ കോൺട്രറി, അത് പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു വാക്കാണ്. ഓൺ ദ കോൺട്രറി എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ നേരെ മറിച്ച് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഓൺ ദ കോൺട്രറി മിസ്റ്റർ കീസിങ് ഈസ് ഓൾവേസ് മേക്കിംഗ് ജോക്സ് ദീസ് ഡേയ്സ് അല്ലെ. ദീസ് ഡേയ്സ് അല്ലെ, ഈ സമയങ്ങളിൽ ഇപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, കീസിങ് ഒരുപാട് തമാശകൾ പറയാറുമുണ്ട്. അപ്പോൾ കീസിങ്ങിന്റെ എൻറ്റയർ നേച്ചർ തന്നെ എന്ത് ചെയ്തു, ആദ്യം അദ്ദേഹം ഒരു ഓൾഡ് ഫാഷൻഡ് കുറച്ച് ഗ്രിം ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ പിന്നീട് ഇതിനു ശേഷം എന്ത് ചെയ്തു, കീസിങ് ഒരുപാട് തമാശകളൊക്കെ പറയുന്ന ഒരു പേഴ്സണായി മാറുകയും ചെയ്തു. കീസിങ് ഒരിക്കൽ പോലും എന്ത് ചെയ്യില്ല, പിന്നീട് എക്സ്ട്രാ ഹോംവർക്ക് ഒന്നും തന്നെ ആൻ ഫ്രാങ്കിന് നൽകിയതുമില്ല. അപ്പോൾ ആ ഒരൊറ്റ ഇൻസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ ആൻ ഫ്രാങ്ക് പറയുന്നത് അല്ലെ. കിറ്റിയോട് ആദ്യമായി പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. സാറ്റർഡേ 20th June 1942 ആൻ ഫ്രാങ്ക് കിറ്റിയോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നോക്കി അതിൽ എന്തൊക്കെയാണ് കോംപ്രിഹെൻഷൻ ചെക്ക് നോക്കി. വൈ വാസ് മിസ്റ്റർ കീസിങ് അനോയ്ഡ് വിത്ത് ആൻ, വാട്ട് ഡിഡ് ഹി ആസ്ക് ഹർ ടു ഡു. നമുക്കറിയാലോ എന്താണ് കീസിങ് അല്ലെ, എന്തുകൊണ്ടാണ് കീസിങ് ആനിനെ കാരണം അനോയ്ഡ് ആയത്. ബിക്കോസ് ഷീ ടോക്ഡ് ടു മച്ച് അല്ലെ. എന്താ ചെയ്തത്, വാട്ട് ഡിഡ് ഹി ആസ്ക് ഹർ ടു ഡു, അതിന് പകരമായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഹി ഹാഡ് അസൈൻഡ് എക്സ്ട്രാ ഹോംവർക്ക് ടു കെയർ അല്ലെ. അവൾക്ക് എന്ത് നൽകി, എക്സ്ട്രാ ഹോംവർക്ക് നൽകി. ഏതൊക്കെയായിരുന്നു ടോപ്പിക്ക്, 3 ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു. ആദ്യം കൊടുത്ത ടോപ്പിക് എന്തായിരുന്നു, എ ചാറ്റർ ബോക്സ്. അത് കഴിഞ്ഞ് വീണ്ടും സംസാരിച്ചപ്പോൾ എന്ത് കൊടുത്തു, ആൻ ഇൻകോറിജിബിൾ ചാറ്റർ ബോക്സ്. അതിനുശേഷം വീണ്ടും സംസാരിച്ചപ്പോൾ എന്ത് കൊടുത്തു, മൂന്നാമത് ക്വാക്ക് കോക്ക് കോക്ക് അല്ലെ. സെറ്റ് മിസ്ട്രസ് ചാറ്റർ ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമതൊരു ടോപ്പിക്ക് കൊടുത്തു അല്ലെ. ആദ്യ 2 എസ് എ ആയിട്ട് എഴുതി, മൂന്നാമത്തെ എന്താണ്, ഒരു പോയമായിട്ട് എഴുതി. എന്തായിരുന്നു ആ പോയത്തിന്റെ കോണ്ടന്റ്, എന്തായിരുന്നു കോണ്ടന്റ്, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 ബേബി ഡക്ലിങ്സ്, അവരുടെ ഫാദർ എന്ത് ചെയ്യാണ്, അവരെ കടിച്ച് കൊന്നു. എന്ത് കാരണം, കൂടുതൽ സംസാരിക്കുന്നു, കോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ. അങ്ങനെ ഒരു പോയമാക്കി എഴുതി കൊടുക്കുകയും അത് ഓക്കെ കീസിങ്ങിന് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഹൗ ഡിഡ് ആൻ ജസ്റ്റിഫൈ ഹർ ബീയിങ് എ ചാറ്റർ ബോക്സ് ഇൻ ഹർ എസ്സേ. അവളുടെ എസ്സേയിൽ ആൻ എങ്ങനെയാണ് ഒരു ചാറ്റർ ബോക്സിനെ ജസ്റ്റിഫൈ ചെയ്യുക, എന്താ ജസ്റ്റിഫൈ ചെയ്യുക, ന്യായീകരിക്കുക എന്ന് പറയും, ജസ്റ്റിഫൈ ചെയ്യുക അല്ലെ. അപ്പൊ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്, ടോക്കിംഗ് ഈസ് എ സ്റ്റുഡൻസ് ട്രൈറ്റ് അല്ലെ. ടോക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റിന്റെ ട്രൈറ്റ് ആണ്. പക്ഷേ അവൾ എന്ത് ചെയ്യും, ഷീ വിൽ ട്രൈ ഹർ ബെസ്റ്റ് ടു മേക്ക് ഇറ്റ് അണ്ടർ കൺട്രോൾ അല്ലെ. അതിനെ കൺട്രോൾ ചെയ്യാൻ അവൾ പരമാവധി ശ്രമിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്, അവൾ സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് മാറില്ല. കാരണം ഇതൊരു ഇൻഹെറിറ്റഡ് ട്രൈറ്റ് ആണ്. അവളുടെ അമ്മയും ഇതുപോലെ ഒരുപാട് സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആനിന് എങ്ങനെ കിട്ടിയതാണ്, ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്ന ട്രൈറ്റ്സ് മാറ്റുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാറ്റാൻ വളരെ പാടാണെന്നാണ് ആൻ ആർഗ്യൂ ചെയ്തത്. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ലിബറൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഡു യു തിങ്ക് മിസ്റ്റർ കീസിങ് വാസ് എ സ്ട്രിക്ട് ടീച്ചർ. ഒരു കീസിങ് ഒരു സ്ട്രിക്ട് ടീച്ചർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, തോന്നുന്നില്ല എങ്കിൽ എന്തുകൊണ്ട്. വാട്ട് മേഡ് മിസ്റ്റർ കീസിങ് അലോ ആൻ ടു ടോക്ക് ഇൻ ഹെർ ക്ലാസ് അല്ലെ. എന്തുകൊണ്ടാണ് കീസിങ് ആനിനെ എന്ത് ചെയ്തത്, അലോ ചെയ്തത് അല്ലെ, ക്ലാസ്സിൽ സംസാരിക്കാൻ അലോ ചെയ്ത് അനുവദിച്ചത് എന്തുകൊണ്ടാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാമായിരുന്നല്ലോ. എന്തൊക്കെയാണ് അതിന്റെ കാരണം. ആൻ എന്ത് ചെയ്തു, എഴുതിയ പോയം കീസിങ്ങിന് വളരെയധികം ഇഷ്ടപ്പെടുകയും കീസിങ് അത് തമാശയ്ക്ക് തന്നെ എടുക്കുകയും
അല്ലേ? അത് പല ക്ലാസ്സുകളിലും വായിച്ചു കേൾപ്പിക്കുകയും അദ്ദേഹം അതിനുള്ള കമൻറ്റ് പറയുകയും ഒക്കെ ചെയ്തു അല്ലേ? അതിനുശേഷം പിന്നെ എന്തായിരുന്നു, ആൻ ക്ലാസ്സിൽ സംസാരിക്കുമ്പോഴും കീസിംഗ് ഒന്നും പറയില്ലായിരുന്നു. കീസിംഗ് കുറച്ചുകൂടി എന്തായി, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് കീസിംഗ് മാറി. അത്രയും അല്ലേ നമ്മൾ പഠിച്ചത്. പിന്നെ അതിൽ കിടക്കുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കി. Was Anne right when she said the world would not be interested in the musings of a 13-year-old girl? അല്ലേ?